Digimon rocks. TNT rocks. Digimon rocks. TNT rocks. ഹായ്, കൊള്ളാലോ പരിപാടി. എനിക്കും വലുതായ ഇതുപോലെ ഒരു പെയിന്റ് അടിക്കാരനാവണം. ചന്ദ്രൻ ചേട്ടൻ എന്തെടുക്കുക? മണ്ണപ്പം ചുട്ട് കളിക്കുക. ഓഹോ, ഞാൻ കരുതി കുഴി എണ്ണി കളിക്കാന്ന്. കണ്ടാൽ അറിഞ്ഞൂടെ പെയിന്റ് അടിക്കുകയാണെന്ന്. അതെ, ചേട്ടൻ പെയിന്റ് അടിക്കാരനാണെന്ന് കരുതി ഇത്രയും അഹങ്കാരം പാടില്ല കേട്ടോ. നിനക്കിപ്പോ എന്താ വേണ്ടത്? ചേട്ടാ, എനിക്കും വലുതായ ഒരു നല്ല പെയിന്റ് അടിക്കാരനാവാനാ ഇഷ്ടം. എന്നെ പഠിപ്പിച്ചു തരാമോ? എന്നിട്ട് വേണം നിന്റെ അച്ഛന്റെ വായിലിരിക്കുന്നത് ഞാൻ കേൾക്കാൻ. കുഴപ്പമാവൂടാ. ഒരു കുഴപ്പവും വരില്ല. അച്ഛന്റെ വായിലിരിക്കുന്നത് ഞാനും കേൾക്കാറുണ്ടല്ലോ. എന്നിട്ട് ഇന്ന് വരെ എനിക്ക് ഒരു കുഴപ്പം വന്നിട്ടില്ല. അല്ലെങ്കിലും ഒരു തൊഴിൽ പഠിച്ചിരിക്കുന്നത് നല്ലതല്ലേ ചേട്ടാ? ശരി, എന്നാ നീയും കൂടിക്കോ. എടാ ടിൻഡു, ആദ്യം പുട്ടി അടിക്കണം. എങ്ങനെയെന്ന് ഞാൻ പറഞ്ഞുതരാം, അതുപോലെ ചെയ്താൽ മതി. അതൊന്നും എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല. ഒറ്റ ഇരിപ്പിന് 2 കുറ്റി പുട്ടുവരെ വെള്ളം കൂട്ടാതെ തട്ടുന്നവനാ ഞാൻ. എടാ കാന്താരി, പുട്ടടിക്കുന്ന കാര്യമല്ല, പുട്ടി അടിക്കുന്ന കാര്യമാ പറഞ്ഞത്. ചുമരിന് പുട്ടി അടിക്കണം. അതെന്തിനാ ചേട്ടാ ചുമരിന് പുട്ടി? എടാ എന്നാലേ ചുമരിന് നല്ല ഫിനിഷിംഗ് ഉണ്ടാവൂ. അതെ, പുട്ടി അടിക്കാനൊന്നും എനിക്ക് വയ്യ. പുട്ടി അടിക്കാരനാവാനല്ല, പെയിന്റ് അടിക്കാരനാവാനാ ഞാൻ വന്നത്. നിന്നെ ഈ പണിക്ക് കൊള്ളില്ല, വേഗം സ്ഥലം വിട്ടോ. അങ്ങനെ പറയരുത് ചേട്ടാ, പ്ലീസ്. ചേട്ടൻ കാരണം ടീച്ചറുടെ കയ്യിൽ നിന്ന് തല്ലു വരെ കൊണ്ടുപോകാനാ ഞാൻ കാരണം നിനക്ക് തല്ലുകൊണ്ടോ? അതെങ്ങനെ? സത്യമാ. ഇന്നലെ ക്ലാസ്സിൽ ടീച്ചർ ഒരു ചോദ്യം ചോദിച്ചു. പകൽ സമയത്ത് ചന്ദ്രനെ കാണാത്തത് എന്തുകൊണ്ടായെന്ന്. പകൽ സമയത്ത് ചന്ദ്രനെ കാണാത്തത് സൂര്യപ്രകാശം ഉള്ളത് കൊണ്ടാണെന്ന് ദീപു പറഞ്ഞു. അവന് വെരി ഗുഡ് കിട്ടി. ഞാൻ ശരി ഉത്തരം പറഞ്ഞപ്പോ എനിക്ക് തല്ലും കിട്ടി. നീ എന്താ ഉത്തരം പറഞ്ഞത്? പകൽ സമയത്ത് ചന്ദ്രനെ കാണാത്തത് ഞാൻ സത്യമായിട്ടും ശരി ഉത്തരാ പറഞ്ഞത്. എന്നിട്ടും ആ മാലതി ടീച്ചറിന്റെ ചന്തിക്കിട്ട് തല്ലി. നീ ഉത്തരം പറയൂ, കേൾക്കട്ടെ. പകൽ സമയത്ത് ചന്ദ്രനെ കാണാത്തത് ചന്ദ്രൻ പെയിന്റിന്റെ പണിക്ക് പോകുന്നത് കൊണ്ടാണെന്നാ ഞാൻ ഉത്തരം പറഞ്ഞത്. Digimon rocks. Digimon rocks. TNT rocks. Digimon rocks. TNT rocks. ബോറടിച്ച് ചാകുന്ന ലോകത്തെ ആദ്യത്തെ ആള് ഞാനായിരിക്കും. ഈ ബോറടി മാറ്റാൻ ഇപ്പൊ എന്താ ചെയ്യാ? കിട്ടിപ്പോയി. തൽക്കാലം ബോറടി മാറ്റാൻ എന്തെങ്കിലും കഴിക്കാം, എന്നിട്ട് ആലോചിക്കാം എന്തു ചെയ്യണമെന്ന്. കഴിക്കാൻ ദോശ, പുട്ട്, ഇഡ്ഡലി, അപ്പം. സാറിനെന്താ വേണ്ടത്? എനിക്ക് കഴിക്കാൻ ദോശ മതി, പിന്നെ സാമ്പാറും ചമ്മന്തി. പിന്നെ ഒരു കാര്യം, ദോശ നന്നായി മൊരിഞ്ഞിരിക്കണം. ഡാൽഡ പാടില്ല, ഒറിജിനൽ പശു നെയ്യ് തന്നെ ഒഴിക്കണം. പിന്നെ നല്ല ചൂടുണ്ടാവണം. പിന്നെ സാമ്പാറിന്റെ കാര്യം, എനിക്ക് വഴുതനയും വെണ്ടയ്ക്കും ഇഷ്ടമല്ല. പകരം മുരിങ്ങക്കായും ക്യാരറ്റും മതി. മുരിങ്ങക്കായ 3 സെന്റിമീറ്റർ നീളത്തിലുള്ള 3 മതി. ക്യാരറ്റ് 2 സെന്റിമീറ്റർ നീളേ പാടുള്ളൂ. പരിപ്പ് നന്നായി വെന്തിരിക്കണം. കായം കുറച്ച് മതി. പിന്നെ ചമ്മന്തി ആണെങ്കിൽ നല്ല ഇല തേങ്ങയുടേതാവണം. ഉപ്പ് പാകത്തിനേ പാടുള്ളൂ കേട്ടോ. എരിവ് കുറച്ചു കൂടിയാലും കുഴപ്പമില്ല. കഴിഞ്ഞോ? കഴിഞ്ഞു. ദോശ, സാമ്പാർ, ചമ്മന്തി. എടോ, ഞാൻ ഇത്രയും നേരം പറഞ്ഞതൊന്നും താൻ കേട്ടില്ലേ? അതുപോലെ ഒരു സ്പെഷ്യൽ ദോശയും ചമ്മന്തിയും വിളിച്ചു പറ. മോനെ, ഈ പറഞ്ഞ പോലുള്ള സാമ്പാർ ഉണ്ടാക്കാൻ 5 രൂപ അധികമാവും. അതെന്തിനാടോ 5 രൂപ അധികം? അതെ, ഈ 3 സെന്റിമീറ്റർ നീളമുള്ള മുരിങ്ങക്കായും 2 സെന്റിമീറ്റർ ഉള്ള ക്യാരറ്റും ഒക്കെ മുറിക്കണമെങ്കിൽ ഒരു സ്കെയിൽ കൂടി വാങ്ങേണ്ടി വരും. അതിനാ 5 രൂപ. സ്കെയില് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി പറഞ്ഞ പോലെയുള്ള സാമ്പാറും ദോശയും കൊണ്ടുപോവാ. സാറിന് എന്താ വേണ്ടത്? ബീഫ് ബിരിയാണി. ഓക്കെ സാർ. അല്ല, ഞമ്മക്ക് മുരിങ്ങാക്കായും സാമ്പാറും ഒന്നും ശരിയാവൂലെന്ന്. ഞമ്മക്കാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കടിച്ച് പറിച്ച് വലിച്ച് പറിച്ച് തിന്നണോ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഭക്ഷണം കഴിക്കുമ്പോ മിണ്ടാൻ പാടില്ലെന്ന് അറിഞ്ഞൂടെ? മിണ്ടാണ്ട് കുത്തിരിയടാ. ഇനി പറ,
മോൻ എന്താ പറയാൻ വന്നേ? ഇക്കാന്റെ ബിരിയാണിയില് ഒരു ഈച്ചയുണ്ടെന്നാ പറയാൻ വന്നത്. അല്ലാ, എന്നിട്ട് ഇപ്പോഴാണ് പഹയാ പറയുന്നത്. ഇനിയിപ്പോ എന്താ ചെയ്യാ? ഛർദിച്ചാലോ? അല്ലോ വേണ്ട, ഛർദിച്ചാൽ 50 ഉറുപ്പ്യ വെറുതെ പോവും. ഇക്ക ടെൻഷൻ അടിക്കണ്ട, ഒരു ഈച്ചയല്ലേ ഇക്ക തിന്നുള്ളൂ. ഒന്നുകൂടെ ദാ ഈ പ്ലേറ്റിലുണ്ട്. എവിടെ പോയി വെയിറ്റർ? ഓന്റെ മയ്യത്തുനിന്ന് നമ്മൾ എടുക്കൂ. ആഹാ, ഈച്ചാൻ ഇട്ടിട്ടാണ് ബീഫ് ബിരിയാണി ഉണ്ടാക്കുന്നത്. നമുക്ക് എന്റെ ഇക്ക പ്ലേറ്റിൽ ഒരു പോത്ത് ചത്ത് കിടന്നേ ഇക്ക തിന്നു. അതിന്റെ അടുത്തൊരു ഈച്ച ചത്ത് കിടക്കുന്നത് എന്താ ഇത്ര കുഴപ്പം? പോത്തിന്റെ പുറത്ത് ഈച്ച ഉണ്ടാവില്ലേ? Digimon rocks. TNT rocks. Digimon rocks. TNT rocks. എടാ ടിൻഡു, നീ എന്താടാ ഇങ്ങനെ വെറുതെ ഇരിക്കുന്നത്? നിനക്ക് ഈ പത്രം ഒന്നെടുത്ത് വായിച്ചൂടെ? വൈകിട്ട് വായിക്കാം. എങ്കിൽ കുറച്ച് വെള്ളം എടുത്ത് ആ വാഴ നനയ്ക്ക്. വൈകിട്ട് നനയ്ക്കാച്ചാ. എന്നാ പിന്നെ നിന്റെ പുസ്തകങ്ങളൊന്ന് അടുക്കി വെക്ക്. ഓ, അത് വൈകുന്നേരം ചെയ്യാച്ചാ. അതെന്താടാ എല്ലാ ജോലിയും വൈകുന്നേരത്തേക്ക് വെക്കുന്നത്? എല്ലാം കൂടെ നീ എങ്ങനെ ചെയ്യാനാ? അത് ശരിയാണല്ലോ. അതുകൊണ്ട് ഈ പറഞ്ഞതെല്ലാം നാളെ രാവിലെ ചെയ്യാം. ഓ, ഇങ്ങനെ ഒരു മടിയനെയാണല്ലോ എനിക്ക് മകനായി കിട്ടിയത്. എടാ, ഞാൻ പറയുന്നത് നീ അനുസരിക്കോ? അച്ഛൻ എന്ത് പറഞ്ഞാലും ഞാൻ അനുസരിക്കും. എങ്കിൽ ഈ വീടെല്ലാം തൂത്തുവാരി വൃത്തിയാക്ക് വേഗം. അയ്യേ, തൂത്തുവാരാനോ? ഞാനോ? അയ്യേ, ഞാനൊരാണല്ലേ അച്ഛാ. എടാ, അതിനൊന്നും ഒരു കുഴപ്പമില്ല. ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യതയുണ്ട്. നിലം തൂത്തുവാരിയെന്ന് വെച്ച് നിനക്കൊന്നും സംഭവിക്കില്ല. ഓക്കെ, ഞാൻ ചെയ്യാം. പക്ഷേ ഞാനൊരു കാര്യം പറഞ്ഞാ അച്ഛനും അനുസരിക്കണം. പറ. ഞാൻ നിലം തൂത്തുവാരുമ്പോഴേക്കും അച്ഛൻ തൊഴുത്തിലെ ചാണകെല്ലാം വാരി കൊട്ടയിൽ നിറച്ച് തെങ്ങിനിടണം. അയ്യേ, ചാണകോ? എന്താ ഒരു കയ്യേ? അതെ, ഏത് ജോലിക്കും അതിൻ്റെതായ മാന്യത ഉണ്ടച്ചാ. 10 കൊട്ട ചാണകം വാരിയെന്ന് വെച്ച് അച്ഛനൊന്നും സംഭവിക്കില്ല. അതെ, നീ കൂടുതൽ ആളാവല്ലേ. എടാ, ഒഴിവുള്ള ദിവസങ്ങളിൽ എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്ത് ശീലിച്ചാൽ അത്രയും ലാഭം. നീ പഠിച്ച് വലിയ ഉദ്യോഗസ്ഥനാവുമെന്നൊന്നും എനിക്ക് വിശ്വാസമില്ല. ശരി അച്ഛാ, ഞാനൊരു ജോലിക്ക് പോവാ. എന്ത് ജോലിയാ നീ കണ്ടുവച്ചത്? ബസ് സ്റ്റാൻഡില് സായാഹ്ന പത്രം വിൽക്കുന്ന ജോലി. എങ്ങനെയുണ്ടച്ചാ? കൊള്ളാം. നാളെ മുതൽ തുടങ്ങിക്കോ നിന്റെ ജോലി. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. 6 പേർ ബസ്സിൽ വഞ്ചിതരായി. 6 പേർ നിർത്തിയിട്ട ബസ്സിൽ വഞ്ചിതരായി. 6 പേർ വഞ്ചിതരായോ? ഒന്ന് വാങ്ങിക്കളയാം. മോനെ, ഒരു പേപ്പർ എനിക്കിതാ. ഇതില് നീ പറഞ്ഞ വാർത്ത ഇല്ലല്ലോടാ. ആളെ പറ്റിക്കാൻ ഇറങ്ങിയതാണല്ലേ. എന്റെ കാശ് താടായക്കാ. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. നിർത്തിയിട്ട ബസ്സിൽ ഒരാൾ കൂടെ വഞ്ചിതനായി. 7 പേർ വഞ്ചിതരായി. ചൂടുള്ള വാർത്ത, ചൂടുള്ള വാർത്ത. Digimon rocks. TNT rocks. Digimon rocks. TNT rocks. ഇന്നലെ എന്റെ മാമന്റെ വീട്ടിലൊന്ന് പോയി. മാമനെ, ഗൾഫ് സുമേഷ്, എന്തായിരുന്നു സൽക്കാരം? എന്തൊക്കെ ഉണ്ടായിരുന്നു? ദാ കേട്ടോ, കടായി ബിരിയാണി, ചിക്കൻ ടിക്ക, കാട സൂപ്പ്, മട്ടൻ ലിവർ, ബീഫ് ഉലർത്തിയത്. ആ ബീഫിന്റെ ഒരു രുചി വിരല് കടിച്ചു പോവും. ബീഫ് ഒരു പ്രത്യേക രീതിയിലാ വെച്ചത്. കുരുമുളകൊക്കെ ഇട്ട് നല്ല കച്ചകച്ചകച്ചാന്ന്. ഒന്ന് നിർത്തടാ, അല്ലെങ്കിൽ തന്നെ വിശക്കുന്നു. അതിനിടയിലാ ഞാൻ അമ്മയോട് പറഞ്ഞിട്ടുണ്ട് നാളെ ഇതുപോലത്തെ ബീഫ് ഉണ്ടാക്കി തരാൻ. എന്റെ അമ്മയോട് പറഞ്ഞു നോക്കാം. അച്ഛാ, നമുക്ക് കുറച്ച് ബീഫ് മേടിക്കാം. എന്ത് പറയുന്നു? മിണ്ടാതിരി. കഴിഞ്ഞ ആഴ്ചയിലല്ലേ ചിക്കൻ ബിരിയാണി വെട്ടി വിഴുങ്ങിയത്. എന്തായാലും പോത്തിറച്ച് വീട്ടിൽ കാറ്റുന്ന പ്രശ്നമില്ല. അച്ഛാ, ഒടുക്കത്തെ ടേസ്റ്റ് അതിന്. കുരുമുളകൊക്കെ ഇട്ട് കച്ചകച്ചകച്ചാന്ന് വെക്കണം. കൊതിപ്പിക്കുന്നോടാ. നടക്കടാ. അച്ഛാ, അച്ഛാ, ഉച്ചക്ക് എന്തെങ്കിലും ഒന്ന് കടിച്ചു പറിക്കാതെ ഒരു രസമില്ല. എന്താ മേടിച്ച് കളയാം. 1/2 കിലോ. 1/2 കിലോ മുരിങ്ങാക്കായ കടിച്ചു വലിക്കാൻ ബെസ്റ്റാ. ഞാൻ മേടിച്ചടാ 1 കിലോ ബീഫ്. ഇന്നുച്ചക്ക് അടിപൊളി. ഭാഗ്യവാൻ. ടോണി, നീ ഒരു സഹായം ചെയ്യോ? നീ നിന്റെ അടുക്കളയുടെ ജനൽ ഒന്ന് തുറന്നിടുവോ? എന്തിനാടാ? എടാ, ബീഫിന്റെ മണെങ്കിലും അടിക്കൂലോ. അതും ആസ്വദിച്ച് ചോറ് കഴിക്കാന്ന് കരുതിയ. കിലോക്ക് 110 രൂപയാ. അതിന് ഞാൻ പറഞ്ഞേ ഉള്ളൂ.
നന്നായി കഴിച്ചു. താങ്ക്സ്. അതൊക്കെ ശരി, നീ കാശിട. മണത്തിന് കാശ് ചോദിക്കുന്നു സാമദ്രോഹി. ഒരു മിനിറ്റ്. ഇതെന്താ? ഇത് സമ്പാദ്യപ്പെട്ടിയാ. ഫുൾ കോയിൻസാ. 500 രൂപെങ്കിലും കാണും. ശരി ശരി, വേഗം കാശിട. ഒരു നിമിഷം. ശബ്ദം കേട്ടോ? കേട്ടു. കേട്ടല്ലോ. മണത്തിന് ഈ ശബ്ദം തന്നെ ധാരാളം. Digimon rocks. D&D rocks. Digimon rocks. D&D rocks. അമ്മേ, അച്ഛൻ ആരോടാ കുറെ നേരായിട്ട് ഹിന്ദിയിൽ സംസാരിക്കുന്നേ? അച്ഛന്റെ ബോംബെയിലെ കൂട്ടുകാരനില്ലേ സുരേഷ് കപാടിയ, പുള്ളിക്കാരൻ ഇന്ന് രാവിലത്തെ വണ്ടിക്ക് വന്നതാ. ഉച്ചയ്ക്ക് പോവുന്നാ പറഞ്ഞത്. ആ ഹിന്ദിക്കാരൻ ഇന്ന് മലയാളം പഠിക്കും. അമ്മേ, ഞാൻ സ്കൂളിലേക്ക് പോവാണേ. സുരേഷ് ജി, യേ മേരാ ബേട്ടാ ഹേ. अच्छा അതെ, ഇതച്ഛൻ. ഞാൻ ടിന്റുമോൻ. तो क्या करता है? നിങ്ങൾ എന്നേക്കാ കറുത്തിട്ടാണല്ലോ മനുഷ്യ. എന്നിട്ടും എന്ത് ധൈര്യത്തിലാ ഞാനിങ്ങനെ കറുത്തു എന്ന് ചോദിച്ചത്? നിങ്ങൾക്കൊന്നും നാണല്ലേ? അച്ഛാ, ഇയാളോട് സംസാരിച്ചിരിക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ പോവാണേ. वो तमाशा करता है. क्या? ഇന്നലെ കിട്ടിയ മലയാളം ടെസ്റ്റ് പേപ്പർ എല്ലാവരും അച്ഛനെ കൊണ്ട് സൈൻ ചെയ്തിട്ടുണ്ടല്ലോ. ഇല്ല ടീച്ചർ. നിനക്ക് ആദ്യമായി മലയാളത്തിൽ ഫുൾ മാർക്ക് കിട്ടിയതല്ലേ, എന്നിട്ടെന്താ അച്ഛനെ കാണിക്കാതിരുന്നത്? ഞാനതെടുത്ത് അലമാരയുടെ മുകളിൽ വെച്ചു. അലമാരയുടെ മുകളിലോ? അതെന്തിനാ? ടീച്ചറിലെ അതിലെഴുതിയത് കീപ് ഇറ്റ് അപ്പ് എന്ന്. കീപ് ഇറ്റ് അപ്പ് എന്ന് പറഞ്ഞ മുകളിൽ വെക്കാന്നല്ലേ? വെറുതെ അല്ല നീ ഇംഗ്ലീഷ് തോൽക്കുന്നത്. നിന്റെയൊക്കെ പ്രായത്തിലേ എനിക്കൊക്കെ ഇംഗ്ലീഷ് ഫുൾ മാർക്കാ കിട്ടിയത്. ടീച്ചറുടെ ഭാഗ്യത്തിനേ അന്ന് നല്ല ഏതെങ്കിലും ടീച്ചർമാരായിരിക്കും ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. എന്തിനാടാ കരയുന്നത്? ടീച്ചർ എന്നെ തല്ലി. വല്ല കുരുത്തക്കേടും കാണിച്ചു കാണും നീ. ഞാൻ ഒരു കുരുത്തക്കേടും കാണിച്ചില്ല. ഒരു കുരുത്തക്കേടും കാണിക്കാതെ വെറുതെ ടീച്ചർ തല്ലുവോ? എന്നാൽ അതൊന്ന് ചോദിക്കണമല്ലോ. ചോദിക്കണം അച്ഛാ, ഇപ്പൊ തന്നെ ചോദിക്കണം. ഒരു കുരുത്തക്കേടും കാണിക്കാതെ ബെഞ്ചിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്ന എന്നെ വിളിച്ചുണർത്തി തല്ലിയായിരുന്നു ഭദ്രകാളി. Digimon rocks. D&D rocks. Digimon rocks. D&D rocks. ഒന്ന് വേഗം നോക്കടി, അദ്ദേഹം ഇപ്പൊ വരും. ധൃതി പിടിക്കാതെ ഈ ചിക്കൻ ഒന്ന് വെന്തോട്ടെ. ഇടി, പായസം റെഡിയായില്ലേ? അതെപ്പോഴേ റെഡി. അച്ഛാ, ഏത് VIP യാ വരുന്നത്? എടാ, അച്ഛന്റെ ബോസ് വരുന്നുണ്ട്. നീ അച്ഛനെ കുറിച്ച് അദ്ദേഹത്തോട് നല്ലത് മാത്രമേ പറയാവൂ. അതൊക്കെ അവൻ കണ്ടറിഞ്ഞു പെരുമാറിക്കോളും. നിങ്ങൾ അവനോട് മറ്റേ കാര്യം പറ. എന്ത് മറ്റേ കാര്യം? ദൈവമേ, അതിപ്പോ മറന്നേനെ ഞാൻ. എടാ, ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യം നീ ദൈവത്തെ ഓർത്ത് അനുസരിക്കണം. എന്റെ പൊന്നു മോനല്ലേ. ഇപ്പൊ വരാൻ പോകുന്ന VIP ഇല്ലേ, അച്ഛന്റെ ബോസ് തന്നെ. മൂപ്പരുടെ മൂക്ക് സാമാന്യത്തിലധികം നീണ്ടതാ. നീ അദ്ദേഹത്തിന്റെ മൂക്കിനെ പറ്റി കളിയാക്കി പറയുകയോ മൂക്ക് നോക്കി ചിരിക്കുകയോ ഒന്നും ചെയ്യരുത്. ഇതാണോ ഇത്ര വലിയ കാര്യം? മൂക്കിനെ പറ്റി ഞാൻ ഒന്നും മിണ്ടില്ല, ഉറപ്പ്. സമാധാനായി. ബോസ് വന്നാലേ നീ അച്ഛനെ ഒന്ന് പൊക്കി പറഞ്ഞേക്കണേടാ. എന്റെ പ്രമോഷന്റെ കാര്യാ. എന്ത് പ്രമോഷനായാലും കളവ് പറയാൻ ഈ ടിന്റുമോനെ കിട്ടില്ല. എടാ, കള്ളം പറയാനല്ല, അച്ഛനെ കുറിച്ചൊന്ന് പൊക്കി പറയാനാ. അച്ഛന് ജോലിയോട് ഭയങ്കര ആത്മാർത്ഥതയാണ്, മോൻ അച്ഛനെ വലിയ കാര്യമാണ് എന്നൊക്കെ. ഈ നുണയൊക്കെ ഞാൻ വിളിച്ചു പറയണോ? അച്ഛനല്ലേ പറയാറ് എന്ത് സംഭവിച്ചാലും നുണ പറയാൻ പാടില്ലാന്ന്. നീ തൽക്കാലം ഒന്നും ചെയ്യണ്ട, മിണ്ടാണ്ട് ഒരുത്തൽ ഇരുന്നാ മതി. അത് പറ്റുമോ? ഹലോ സാർ, വെൽക്കം വെൽക്കം. थैंक यू थैंक यू. ടിൻഡു, എന്താ മോനെ ഇങ്ങനെ നോക്കുന്നത്? അത് ടിൻഡു, എടാ നോക്കരുത്. അച്ഛൻ പേടിക്കണ്ട, ഞാൻ ഈ മൂക്ക് ചുമ്മാ നോക്കുന്നേ ഉള്ളൂ. ഞാൻ ഈ ആനമൂക്കിനെ കുറിച്ച് ഒന്നും കളിയാക്കി പറയാൻ പോകുന്നില്ല, സത്യം. Digimon rocks. D&D rocks. Digimon rocks. D&D rocks. ചിഞ്ചു, ഇന്ന് ബിസിനസ് വളരെ മോശമാണല്ലോ. കട തുറന്നിട്ട് ഇതുവരെ ഒരു മിഠായി പോലും വിറ്റിട്ടില്ല.
കട തുറന്നിട്ട് അരമണിക്കൂറല്ലേ ആയുള്ളൂ ടിൻഡു. ടിൻറ്റുന്നോ? എടോ, ഞാൻ ഈ കടയുടെ മുതലാളിയാ. അതുകൊണ്ട് ടിൻറ്റു മുതലാളി എന്ന് വേണം വിളിക്കാൻ. മനസ്സിലായോ? ശരി കട മുതലാളി, അല്ല ടിൻഡു മുതലാളി. ചിഞ്ചു, നിനക്ക് ബിസിനസിന്റെ ബാലപാഠങ്ങളൊന്നും അറിയില്ല. എല്ലാം ഞാൻ പഠിപ്പിച്ചു തരുന്നുണ്ട്. എന്നെ നല്ലോണം ബഹുമാനിച്ചു നിൽക്കണം, എന്നാലേ പറഞ്ഞു തരൂ. പിന്നെ അവന്റെ ഒരു ബിസിനസ് ആകെ 2-3 തരം മിഠായി ഉണ്ട്. പറച്ചിൽ കേട്ടാ തോന്നും അംബാനിയാണെന്ന്. 2 മിഠായി. താങ്ക്സ്. അല്ല, മിഠായിയുടെ കാശതാ. കാശോ? തരാൻ മനസ്സിലെങ്കിലോ? മനസ്സുണ്ടാക്കുമെങ്കിലോ? ഓഹോ, എങ്കിൽ അതൊന്ന് കാണണല്ലോ. എടാ, ഞാൻ ആരാടെന്ന് അറിയാമോ? കുട്ടി റൗഡിയാ, കുട്ടി റൗഡി. ചിഞ്ചു, ഇതുപോലുള്ള ലോക്കൽ കേസുകളൊന്നും ഞാൻ ഏറ്റെടുക്കാറില്ല. അവനോട് നീയൊന്ന് മുട്ടിക്കേ. അയ്യോ, ഞാനോ? എനിക്ക് വയ്യ. നിങ്ങളല്ലേ കട മുതലാളി, നിങ്ങൾ തന്നെ മുട്ടിയാ മതി മുതലാളി. കുഴഞ്ഞല്ലോ ദൈവമേ. എന്താ മുട്ടുന്നില്ലേ? എടാ മുതലാളി, മുട്ടുന്നില്ലേന്ന്? ഇല്ലടാ, മുട്ടാൻ എനിക്ക് ധൈര്യമില്ലടാ. നീ എന്നെ എന്ത് ചെയ്യും? എന്നെ തല്ലിക്കൊല്ലാതെ മര്യാദക്ക് ഇവിടുന്ന് പോകുന്നതാ നിനക്ക് നല്ലത്. അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അവിടെ കിടന്ന് നിലവിളിക്കും. തിഞ്ചുപോലൊരു കാര്യം പറഞ്ഞതാ. നിലവിളിക്കും പറഞ്ഞാ നിലവിളിക്കും. എന്നെ കൊണ്ട് അത് ചെയ്യിക്കരുത്. താൻ പോ. അയ്യേ, ഈ ടിൻഡു മുതലാളി ഇത്രയും പേടിത്തൊണ്ടനായിരുന്നോ? പേടിച്ചിട്ടല്ല, അതാണ് ബുദ്ധിപരമായ നീക്കം. ബിസിനസ്സിൽ ആദ്യം വേണ്ടത് ഇതുപോലുള്ള ബുദ്ധിപരമായ നീക്കങ്ങളാണ്. മനസ്സിലായ? ഉവ്വേ, മനസ്സിലായി. ആദ്യ പാഠം ബുദ്ധിപരമായ നീക്കം. 2ാം പാഠം എന്താണാവോ? നീ ആ കന്മതിൽ നിന്ന് താഴേക്ക് ചാട്. അത് വേണോ? വേണം വേണം, ചാട്. അയ്യോ അയ്യോ, എന്റെ കാലൊടിച്ച്. അയ്യോ. 2ാം പാഠം, ആരെയും കണ്ണുമടിച്ച് Digimon വിശ്വസിക്കരുത്. rocks. D&D rocks. Digimon rocks. D&D rocks. മുത്തശ്ശൻ എവിടേക്കാ? ഞാൻ ഡൽഹിക്കാ. മോനോ? ഞാനും ഡൽഹിക്കാ. ഇല്ലാതെ ഇടയ്ക്ക് ചാടി ഇറങ്ങാൻ പറ്റില്ലല്ലോ. ഡൽഹിയിൽ എവിടേക്കാന്നാ ഞാൻ ചോദിച്ചത്. ഡൽഹിയിൽ എന്റെ മകളുടെ വീട്ടിൽ പോവുക. മോൻ ഡൽഹിയിൽ എവിടേക്കാ? ഞാനും മകളുടെ വീട്ടിലേക്കാ. എന്ത്? ഈ ചെറുപ്രായത്തിൽ നിനക്ക് മകളോ? അയ്യോ, എന്റെ അല്ല, എന്റെ അമ്മാവന്റെ മകൾ ഡൽഹിയിലുണ്ട്. അമ്മാവന്റെ ആണേലും മകള് മകള് തന്നെയല്ലേ? അത് ശരി, അമ്മാവന്റെ മകള്, അതായത് മുറപ്പെണ്ണ്. വലുതായാൽ നിനക്കവളെ കല്യാണം കഴിക്കാം. അയ്യേ, അവള് മുറപ്പെണ്ണല്ല, മുറം പോലുള്ള പെണ്ണാ. എനിക്ക് വേണ്ട. കല്യാണം കഴിക്കാൻ ഞാൻ ഒരാളെ കണ്ടുവച്ചിട്ടുണ്ട്. അമ്പടാ, ആരെയാ നീ കണ്ടുവച്ചത്? ദാ ആ വരുന്ന എയർ ഹോസ്റ്റസിനെ. എടാ ഭയങ്കര, നീ ആള് കൊള്ളാവല്ലോ. എടാ മോനെ, അവർക്ക് ചുരുങ്ങിയത് ഒരു 25 വയസ്സ് പ്രായം വരും. നിനക്കൊരു 10. അങ്ങനെ വരുമ്പോ 15 വയസ്സിന്റെ വ്യത്യാസം. ഏയ്, അതൊക്കെ ഞാൻ മാനേജ് ചെയ്തോളാം. ആദ്യം മാരേജ് നടക്കട്ടെ. ഛേ, അതെങ്ങനെ ശരിയാവും മോനെ? മോനേക്കാളും 15 വയസ്സ് കൂടുതലല്ലേ അവർക്ക്? മുത്തച്ഛനാണെന്ന് പറഞ്ഞിട്ടെന്താ, ഒരു വിവരമില്ല. അതെ മുത്തച്ഛ, അതിനൊരു വഴിയുണ്ട്. ഞാനേ 15 വർഷം കഴിഞ്ഞിട്ടേ കല്യാണം കഴിക്കുന്നുള്ളൂ. അപ്പോഴെനിക്ക് 25 വയസ്സാവൂലോ. ഈ മുത്തച്ഛനൊരു മണ്ടൻ തന്നെ. പ്ലീസ് സർദാർ, ഇത് നിങ്ങളുടെ സീറ്റ് അല്ല, മാറിയിരിക്കണം പ്ലീസ്. നഹി നഹി, മേ ഇധർ ബൈഠേഗാ. പ്ലീസ്, ഇത് ഫസ്റ്റ് ക്ലാസ് സീറ്റാണ്, നിങ്ങൾ മാറിയിരിക്കണം. അരെ ക്യാ ബാത്ത് ഹൈ, ജാओ ജൽദി. ഞാൻ ഇവിടെ ഇരിക്കും. എന്താ മാഡം പ്രശ്നം? മോനെ, ഇദ്ദേഹം ഫസ്റ്റ് ക്ലാസ് സീറ്റിലാണ് ഇരിക്കുന്നത്. എത്ര പറഞ്ഞിട്ടും കേൾക്കുന്നില്ല. ഇദ്ദേഹത്തിന്റെ സീറ്റ് പിൻവശത്താണ്, മുൻഭാഗത്ത് ഇരിക്കാൻ പാടില്ല. സർദാറല്ലേ, അങ്ങനെ പറഞ്ഞാലൊന്നും അനുസരിക്കില്ല. ഞാൻ ശരിയാക്കി തരാം. വേണ്ട, ഈ സർദാർ ആളൊരു ദേഷ്യക്കാരനാ. നോ പ്രോബ്ലം. വാവ്, ഇതെങ്ങനെ സാധിച്ചു? മോനെന്താ സർദാർജിയോട് പറഞ്ഞത്? അതൊക്കെ നിസാരം. ഞാൻ അയാളോട് പറഞ്ഞു, ചേട്ടാ, ഈ വിമാനത്തിന്റെ മുൻഭാഗം ഡൽഹിയിലേക്ക് പോകില്ല, സിംഗപ്പൂരിലേക്കാണ് പോകുന്നതെന്ന്. പിൻഭാഗമാണ് ഡൽഹിയിലേക്ക് പോകുന്നതെന്ന്.